ആഹാ, ഇത് കൊള്ളാലോ. കൂട്ടുകാർ കൂടി ഇരുന്ന് ഷെയർ ഇട്ട് അടിക്കണ്ടല്ലോ, വീട്ടിൽ ഇരുന്ന് ഒരു ചെറുത് മേടിച്ച് അടിച്ചോന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇതൊക്കെ സ്ഥിരമാക്കിയോ? അതും വീടിന്റെ സിറ്റോട്ട് 4 ആള് കാണുന്ന നിങ്ങൾ ഇത് കുടിക്കാൻ അത് ഞാനിത് വല്ലപ്പോഴും അല്ല ഉള്ളൂ. വല്ലപ്പോഴുമോ? നിങ്ങൾ കൂട്ടുകാർ ചേർന്നിട്ട് ബാറിൽ ചെന്ന് എന്നും അടിക്കുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട്. അമ്മ ഇതൊന്നും കാണുന്നില്ലയോ അമ്മ ഇവിടെ കൊണ്ടിട്ട് അടിക്കുന്ന കാര്യം? ചൂടല്ലയോ, അത് അവൻ തണുത്ത വെള്ളം കുടിക്കുവാന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് അമ്മയ്ക്കാണ് തണുത്ത വെള്ളം? തണുത്ത വെള്ളം ആയാലും തൊണ്ട കുത്തും, അതുകൊണ്ട് വേണ്ടാന്ന്. അല്ലെങ്കിലും തണുത്ത വെള്ളം കുടിച്ചാൽ എനിക്ക് തൊണ്ട കുത്തിച്ചു അമ്മയ്ക്ക്. അമ്മ ഒറ്റ വഴുത്തി ഇയാൾക്ക് വളം വെച്ച് കൊടുക്കുന്നേ. അത് ഞാനെന്താ ചെയ്തിട്ടാ? എന്റെ അലനട്ട് കണ്ട എന്തുവാ? ഓ, എന്റെ ഒരു തലേവിധി. നിങ്ങളുടെ ഈ മുടിഞ്ഞ കൂടി കാരണം ഈ വീട്ടിൽ എന്തായാലും ഒരു വാഴക്കയിലും ഉണ്ടോ? ഹോ, എത്ര നല്ല ആലോചന വന്നേ എനിക്ക്. പോലീസുകാര്, പട്ടാളക്കാര്, ഡ്രൈവർമാര്, ഗൾഫുകാര്. ആ ശ്രീബുദ്ധല ഡ്രൈവർ എന്തോരം എന്റെ പുറകെ നടന്നയാന്നോ? ശ്രീബുദ്ധല ഡ്രൈവർ നിന്റെ പുറകെ വണ്ടി കൊണ്ട് ഇടിക്കാനായിരിക്കും പുറകെ നടന്നത്. ശ്രീബുദ്ധല ഡ്രൈവർ നടന്നത്. എനിക്കൊരു കലാകൃത ഉള്ളത് കൊണ്ട് ഒരു കലാകാരന്റെ മുന്നിൽ അങ്ങ് വീണുപോയി. എനിക്ക് വരണം ഇതൊക്കെ. ലക്ഷ്മേ, ഇതുണ്ടോ? ഈ കുപ്പി ഫുൾ അടിച്ച് തീർത്തുകൊണ്ട് ഞാൻ മദ്യപാനം നിർത്തുന്നു. ഈ കുപ്പി മൊത്തം ഇവിടെ ഒഴിച്ചുകൊണ്ട് നിങ്ങളുടെ മദ്യപാനം എന്തോ പരിപാടി രശ്മി കാണിച്ചേ? പിന്നെ എടാ, നാളെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പോവാ. എനിക്ക് വീട്ടിൽ പോകുമ്പോ കുറച്ച് സാധനം മേടിക്കണം. അന്നേരം പൈസ ഇല്ലെന്ന് പോലെ എന്നോട് പറയുമ്പോൾ എന്റെ തനി സ്വഭാവം കാണുന്നത്. ഞാനും കൂടെ അല്ലേ വരുന്നേ? നമുക്കേ അങ്ങോട്ട് പോകുമ്പോ പന്തളത്ത് എന്തെങ്കിലും സാധനം വല്ലതും മേടിച്ചോണ്ട് വേണം പോവാൻ. അവിടെ ടൗണിൽ നിന്ന് വാങ്ങിക്കാം. നിങ്ങളായിരുന്നോ? അമ്മ ഇവിടെ ഇല്ല, അമ്മ കല്യാണത്തിന് പോയി. വാളിയാ എന്താ കിടക്കുന്നേ? ചോറ് കഴിക്കാറായോ? ചോറായി. പിന്നെ നിങ്ങൾ അങ്ങോട്ട് അവനൊരു കുപ്പി എടുത്ത് വെച്ച് നിങ്ങളെ നോക്കിയിരിക്കുന്നു. ആരാ? അവന്. അളിയനോ? എനിക്ക് വേണ്ട. എന്താ? എനിക്ക് വേണ്ട, കുടിക്കാൻ പേടി. നല്ല സാധനം കണ്ട വില കൂടിയത് അങ്ങോട്ട് പട്ടാളക്കാരെ മേടിച്ചതാന്ന്. എനിക്ക് വേണ്ടെന്ന്. ഒന്ന് അങ്ങോട്ടില്ല, വല്ലവരാണ്ടില്ലോ നിങ്ങൾ വരുമ്പോ അല്ലേ അവൻ കുടിക്കാൻ വിളിക്കുന്നേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് വാല്ലേ, കഷ്ടം, മോശം, എന്നെ നാണം കിടക്കും. നിങ്ങൾ ഇങ്ങോട്ട് എണ്ണിച്ച് വന്നു. എനിക്ക് വേണ്ടെന്ന്. ഇച്ചിരി അവന്റെ കൂടെ കമ്പനിക്ക് എന്തെങ്കിലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഇങ്ങോട്ട് വാല്ലേട്ടാ. എവിടെ നാളെ സാധനം? പക്കുമ്പോ വന്നപ്പോ കൊണ്ടുവന്നാളെയാ. ആണോ? ഞാൻ 2 ചെറുതായിട്ട് അടിച്ചിട്ട് പിന്നെ അങ്ങനെ വെച്ചേക്ക് വരാം. അളിയാൻ ഒറ്റ വലിയല്ലേ? അടിപൊളി സാധനം. അളി ഇച്ചിരി ഫിറ്റാ കേട്ടോ, നല്ല സെറ്റായിരിക്കുമോ? അതൊരു കുളിയൊക്കെ കഴിയുമ്പോൾ മാറിക്കുള്ളൂ. സാരമില്ല, ഇച്ചിരി ഫിറ്റാ. അത് കുഴപ്പമൊന്നുമില്ല. എണ്ണീര് എണ്ണീര് വാ, എണ്ണീര് എന്റെ പൊന്നേ. രേഷ്മ അറിയരുത്. രേഷ്മയാ, അങ്ങോട്ട് വാ. രേഷ്മേ, അതിനെയൊന്നും പറയല്ലേ. അളിയനല്ല പറയണ്ട. അളിയ ഫിറ്റാ ഒന്നും പറയില്ലെന്ന്. മനുഷ്യനെ നാളെ കിടത്താൻ അങ്ങോട്ടും കിടക്ക അങ്ങോട്ട്. ഇവിടെ വാള് വെച്ചേക്കൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ കൂട്ടുകൂടി സ്വന്തമായിട്ടൊന്ന് മദ്യപിച്ച കുടുംബം നോക്കാത്തവൻ വൃത്തികെട്ടവൻ മദ്യപാനി. എന്നാൽ ഭാര്യയുടെ വീട്ടിലോട്ടും ചെന്നാലോ, അളിയന്റെ കൂടെ മദ്യപിക്കാൻ ഭാര്യ നിർബന്ധിക്കുന്നു.
നിർബന്ധിച്ച് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാറ്റസിന് കുറവ് വരുന്നു. സത്യം പറഞ്ഞ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്തോ അല്ലയോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാര്യ വീട്ടിലൊന്ന് പോകുന്നത് നല്ലതാ. കാരണം അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെയും സന്തോഷം എന്ന് പറയുന്നത്. ഓ അത് കുഴപ്പമൊന്നുമില്ല. വല്ലൊരാണ്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ നീ കൊടുക്കുന്ന വല്ല കുടിക്കത്തേ ഉള്ളൂ. അതൊരു കുളിയൊക്കെ കഴിയുമ്പോൾ മാറിക്കോളൂ.